ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കാണുന്ന LGയുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ റിവ്യൂ ആണ്. സോ ഈ വാട്ടർ പ്യൂരിഫയർ നമ്മൾ മേടിച്ചിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 1.5 വർഷത്തിനിടയിൽ നമുക്കിത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ആയത് എന്നുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. എത്ര രൂപ നമുക്ക് ചിലവായി, എത്ര നാൾ കൂടുമ്പോൾ സർവീസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു LGയുടെ വാട്ടർ പ്യൂരിഫയർ മേടിക്കാൻ പോകുന്നതെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആവുന്നതാണ്. സോ ആദ്യം തന്നെ നമുക്കിങ്ങനെ ഒരു വാട്ടർ പ്യൂരിഫയർ മേടിക്കണം എന്നുള്ള ഒരു കണ്ടീഷനിൽ എത്തണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വെള്ളത്തിൻ്റെ പ്യൂരിറ്റിയൊക്കെ അനുസരിച്ചാണ് നമ്മൾ വാട്ടർ പ്യൂരിഫയർ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും വാട്ടർ പ്യൂരിഫയർ വേണമല്ലേ, കാരണം വാട്ടറൊക്കെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിലും നമ്മൾ താമസിച്ച ഏരിയയിലെ വെള്ളം പൊല്യൂട്ടഡ് ആയി തുടങ്ങിയപ്പോഴാണ് ഈ വാട്ടർ പ്യൂരിഫയർ മേടിക്കാം എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തിയത്. സോ ഫസ്റ്റ് നമുക്ക് പ്യൂരിഫയർ വയ്ക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ കിച്ചണിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും വയ്ക്കുന്നത്. അപ്പോൾ അതിനടുത്ത് ഇതുപോലെ ഒരു പ്ലഗ് ഉണ്ടായിരിക്കണം ഇലക്ട്രിസിറ്റി കണക്ഷനായിട്ട്. എപ്പോഴും സിങ്കിൻ്റെ അടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്, കാരണം പ്യൂരിഫയറിലോട്ട് വെള്ളം എടുക്കാനും വെള്ളം പുറത്തോട്ട് കളയാനും സിങ്കിൻ്റെ അടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിലും കണ്ടോ സിങ്കിൻ്റെ അടുത്തായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വയർ കണക്ഷനും എല്ലാം ഈ ഒരു സിങ്കിലോട്ടാണ് വേണ്ടാത്ത അഴുക്ക വെള്ളമൊക്കെ കളയുന്നത്. സോ ഇങ്ങനെ ഒരു പ്ലഗ് ഉണ്ട്. പിന്നെ എവിടെ നിന്ന് ഈ വെള്ളം ഇപ്പോൾ വേസ്റ്റ് വാട്ടർ ഈ ഫിൽറ്റർ വഴി ഓക്കെ ആയി വേസ്റ്റ് വാട്ടർ ഈ ഒരു സിങ്കിലോട്ട് ഇങ്ങനെ കളയും. വെള്ളം എടുക്കുന്നത് ഈ പൈപ്പിൻ്റെ പിറകിൽ തന്നെ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ വൈറ്റ് പൈപ്പ് വഴി ഇങ്ങനെ വന്ന് പ്യൂരിഫയറിൽ വെള്ളം കയറുകയാണ് ചെയ്യുന്നത്. ആ വെള്ളമാണ് പ്യൂരിഫൈ ആയിട്ട് ബാക്കി വെള്ളം പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലൊക്കേഷനൊക്കെ നിങ്ങളുടെ കിച്ചണിലും ഉണ്ട്, എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്യൂരിഫയർ ധൈര്യമായിട്ട് മേടിക്കാവുന്നതാണ്. അധികം സ്പേസ് ഒന്നും വേണ്ട, ഇതുപോലെ വാളിൽ നമുക്ക് മൗണ്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പ്യൂരിഫയർ മേടിച്ച് കഴിഞ്ഞിട്ട് അവർ തന്നെ നമുക്കിത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരുന്നതുമാണ്. സോ ഇത് നമുക്ക് പ്രൈസ് ആയത് ഏകദേശം ഒരു 1.5 വർഷം മുന്നേ ഉള്ള കാര്യമാണ് കേട്ടോ. അതായത് 2023 നമ്മളിത് മേടിച്ചപ്പോൾ ഏകദേശം ഒരു 17,000 പ്ലസ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ലുലു മാളിൽ നിന്നാണ് മേടിച്ചത്. അന്നിത് നമുക്ക് ഓഫറിൽ കിട്ടിയതാണ്, ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ആ പ്രൈസ് ആയിരുന്നു 17,000. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഇത് 8 ലിറ്ററിൻ്റെ പ്യൂരിഫയർ ആണ്. അപ്പോൾ ചിലർക്ക് സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും, ഒരു വീട്ടിൽ നമുക്ക് ഒരു ദിവസം 8 ലിറ്റർ വെള്ളം മതിയോ? അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ 8 ലിറ്റർ പോരാ അല്ലേ? ഇപ്പോൾ നമുക്ക് ചോറും കറിയും മീൻകറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ വെക്കണമെങ്കിൽ വെള്ളം നല്ല രീതിയിൽ ആവശ്യം വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 8 ലിറ്റർ നമുക്ക് തികയത്തില്ല. അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഇതുപോലെ വെള്ളം ഫുള്ളായിട്ട് കിടപ്പുണ്ടാവും 8 ലിറ്റർ. അപ്പോൾ നമ്മൾ താഴെ ഒരു കലത്തിൽ വെള്ളം പിടിച്ച് മാറ്റി വയ്ക്കും. നമുക്ക് കുക്കിംഗ് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാറ്റി വെച്ച് കഴിഞ്ഞ് ഫിൽറ്റർ അഗെയിൻ നമ്മൾ ഓണാക്കിയിടുമ്പോൾ പിന്നെയും നല്ല വെള്ളം അതിൽ ഫില്ലായിക്കോളും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുക്കിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നല്ല വെള്ളം ഓരോ ദിവസം പിടിച്ച് സ്റ്റോർ ചെയ്യേണ്ടി വരും കേട്ടോ, ചോറൊക്കെ വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ 8 ലിറ്റർ തികയില്ല. ഇപ്പോൾ നമ്മൾ 1-2 പേരുള്ള വീടൊക്കെ ആണെങ്കിൽ അതിൻ്റെ അങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഞങ്ങളിവിടെ 2 പേരാണുള്ളത്, അതുകൊണ്ട് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഡയറക്റ്റ്ലി നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ കണ്ടോ വെള്ളം താഴോട്ട് വന്ന് വീഴും. താഴെ ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാവുന്നതാണ്. പിന്നെ എത്ര സമയം വേണം ഈ 8 ലിറ്റർ ഫില്ലാവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്യൂരിഫയർ മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിൽറ്ററൊക്കെ നല്ല പുതിയ ഫിൽറ്ററൊക്കെ വയ്ക്കുന്ന സമയമാണെങ്കിൽ ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു 8 ലിറ്റർ ഫുള്ളാവും, പ്യൂരിഫയറിനാവും ഫുള്ളാവുന്നതാണ്. പക്ഷേ കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ച് ഒരു 3-4 മാസമൊക്കെ ആയി ഉപയോഗിച്ച് സർവീസിൻ്റെ സമയവും ആയിട്ട് നമ്മൾ കറക്റ്റ് സർവീസൊന്നും ചെയ്തില്ല എങ്കിൽ ഇത് 1 മണിക്കൂർ എന്നുള്ളത് 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ ആയെന്നിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് പ്യൂരിഫയർ മേടിച്ചിട്ട് സർവീസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ പ്യൂരിഫയർ മേടിച്ച് കഴിഞ്ഞ് ആദ്യത്തെ 3 എണ്ണം ഫ്രീ സർവീസാണ്. അതായത് നമ്മൾ മേടിച്ചൊരു 3-4 മാസമൊക്കെ ആവാറാകുമ്പോൾ LGയിൽ നിന്ന് നമുക്ക് കോൾ വരും അല്ലേ, ഇങ്ങോട്ട് തന്നെ കോൾ വരും. നിങ്ങളുടെ പ്യൂരിഫയർ മേടിച്ച് ഇത്രയും നാളായി, സർവീസ് ചെയ്യേണ്ട സമയമായെന്ന് പറഞ്ഞ് നമ്മളെ ഇൻഫോം ചെയ്യും. അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ അങ്ങോട്ട് അവരെ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ച്
സർവീസിന് ഡേറ്റ് എടുക്കാവുന്നതാണ്. എങ്കിൽ പിറ്റേന്ന് അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ലൊക്കേഷനിൽ LGയുടെ ആള് വന്ന് സർവീസ് മാന് വന്ന് ഇതിനകം ഒരു ഫിൽറ്ററാണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ കാണാൻ പറ്റും. അതിൽ നമ്മളുടെ വെള്ളത്തിൽ എത്രമാത്രത്തോളം അഴുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഡസ്റ്റൊക്കെ ഉണ്ടെന്ന് അതിലെ ആ ഒരു ഫിൽറ്ററിൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു 3-4 മാസം കൂടുമ്പോൾ ഇങ്ങനെ വന്ന് ചേഞ്ച് ചെയ്ത് ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് തരും കേട്ടോ. വേറെ ചാർജൊന്നും ആവില്ല. 3 തവണ അങ്ങനെ ഫ്രീ സർവീസാണ്. 3 തവണ കഴിയുമ്പോഴത്തേക്കും ഏകദേശം 1 വർഷമാവും നമ്മൾ ഫിൽറ്റർ മേടിച്ചിട്ട്. നമ്മൾ പറഞ്ഞല്ലോ ഒരു 4 മാസം കൂടുമ്പോഴാണ് സർവീസ് ഉള്ളതെന്ന്. അങ്ങനെ 1 വർഷം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രീ സർവീസ് ഇല്ല. അപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കാം. അപ്പോൾ എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുത്തില്ലെങ്കിൽ ഓരോ സർവീസിനും നമ്മൾ പിന്നെ അഡീഷണൽ പേയ്മെന്റ് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ലാഭം എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് നമ്മളുടെ പ്യൂരിഫയറിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് ആ വാറണ്ടിയിൽ ഇൻക്ലൂഡ് ആവുകയും ചെയ്യും. നമുക്ക് വേറെ ചാർജ് ഒന്നും അഡീഷണൽ ആവുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ നമുക്ക് ആദ്യത്തെ 3 സർവീസ് ഫ്രീ ആണ്. നമുക്ക് കറക്റ്റ് ഈ പ്യൂരിഫയർ മേടിച്ച് 1 വർഷം ആയിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള ഫിൽറ്റർ മാറ്റേണ്ട ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ബോക്സിനകത്ത് ഈ കാണുന്ന 3 ഫിൽറ്റർ ഉണ്ട്, കണ്ടോ? ഇതാണ് ആദ്യത്തെ ഫിൽറ്റർ, ഇത് രണ്ടാമത്തെ ഫിൽറ്റർ പുറകെ, ഇത് മൂന്നാമത്തെ ഫിൽറ്റർ. 4ാമതൊരു ഫിൽറ്ററുള്ള ഇതാണ്. 4 ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്താണ് വെള്ളം നമുക്കിവിടെ ഫില്ലായി കിട്ടുന്നത്. മണ്ടൻ്റെ ഒരു സ്റ്റീൽ ടാങ്കാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കാണ്. ആ ടാങ്കിന് തന്നെ 10 വർഷത്തെ വാറന്റി ഉണ്ട്. LGയുടെ പ്യൂരിഫയറിൻ്റെ ടാങ്കിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടാങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ടാങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പോർഷനിൽ വെള്ളം കാണും. പക്ഷേ LGയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കിൻ്റെ ഏറ്റവും ടിപ്പിൽ കൊണ്ടുവന്ന് ഈ ടാങ്ക് ഈ ഒരു കേർവിലാണ്, ഇങ്ങനെ ഒരു കേർവിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം മൊത്തം വെള്ളവും ഇതിലേക്കൂടെ ഡ്രോപ്പായിട്ട് വരുന്ന രീതിയിലാണ് ഇവർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് LGയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിനകത്ത് കാണുന്ന ഈ ഒരു 3 ഫിൽറ്റർ അതായി കാണുന്നതാണ്. ഇത് നമ്മൾ 1 വർഷമായിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നതാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു പ്യൂരിഫയർ മേടിച്ച് 1 വർഷമൊക്കെ കറക്റ്റ് ആയതും വെള്ളം ഇതിൽ ഫില്ലാവാൻ നല്ല സമയം എടുക്കാൻ തുടങ്ങി. ഓൾസോ ചെറിയൊരു സൗണ്ട് ഇങ്ങനെ വരാൻ തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളത് LGയെ അറിയിക്കുകയും LGയുടെ സർവീസ് മാൻ വന്നപ്പോഴാണ് പറഞ്ഞത് ഈ ഫിൽറ്ററൊക്കെ മാറ്റേണ്ട സമയമായി. നമ്മളെ വീടിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ അത്യാവശ്യം ഹാർഡ് വാട്ടറൊക്കെ ഉള്ള സ്ഥലമാണെങ്കിലാണ് ഈ 1 വർഷമൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ പോകുന്നത് ഫിൽറ്റർ. അല്ലെങ്കിൽ നമുക്കൊരു 1.5 വർഷം വരെയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് നല്ല വെള്ളമാണെങ്കിലും മോശം വെള്ളമാണെങ്കിലും 1.5 വർഷം ആകുമ്പോൾ നമ്മൾ ഈ ഒരു 3 ഫിൽറ്റർ മാറ്റണം. അപ്പോൾ ഇതിന് എക്സ്ട്രാ ചാർജ് വരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വാറണ്ടിയിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. വാറണ്ടിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് 4,800ഓളം. അതെ, 4,800ഓളം രൂപ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 1 വർഷം കഴിയുമ്പോൾ എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ പ്യൂരിഫയറിന് എന്ത് ഡാമേജ് ഉണ്ടായാലും കണ്ടോ, ഇതിൽ നമുക്ക് ഏത് ടൈപ്പ് ഡാമേജ് ഉണ്ടായാലും അതിൽ ഇൻക്ലൂഡ് ആയിക്കോളും. കറക്റ്റ് 1 വർഷം പിന്നെയും കഴിഞ്ഞ് 2ാമത്തെ വർഷവും അതുപോലെ എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റി കിട്ടുന്നതെല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിക്കോളും. നമുക്ക് ആ ഒരു 4,800 അടച്ചാൽ ഓരോ വർഷം കൂടുമ്പോൾ ആ ഒരു എക്സ്പെൻസ് ഉണ്ട് കേട്ടോ. 4,800 രൂപയോളം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അഡീഷണൽ ചാർജ് ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് കുടിവെള്ളത്തിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കത് മാറ്റിയേ പറ്റുള്ളൂ അല്ലേ. നല്ല വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റൻഡഡ് വാറണ്ടിയിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു സാധനം മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കാതെ ഇത് മേടിക്കുകയാണെങ്കിൽ ഇത് 3 തന്നെ 5,000 രൂപ വരുന്നതാണ്. 5,000 റുപ്പീസിൻ്റെ ഫിൽറ്റേഴ്സ് മാത്രമാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഒരു വൈറ്റ് കളർ ഫിൽറ്ററാണ്. അതെന്താണെന്ന് പറഞ്ഞൊരു കോവിൽ പോലെ ഇരിക്കും. ഇതിൻ്റെ അകത്തൂടെ വെള്ളം കയറി അതിൻ്റെ അകത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഫിൽറ്റർ ചെയ്ത് ഇതിൻ്റെ അകത്തൂടെ ഇവിടെ ഒരു വൈറ്റ് കളർ റോസും ഈ എക്സ്റ്റേണൽ ഒരു ബ്ലൂ കളർ റോസാണ് വരേണ്ടത്. നമ്മുടെ ഇവിടെ ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ആ സർവീസ്മാൻ്റെ കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ ഈ വൈറ്റ് കളർ റോസിൽ കൂടെ ഉള്ളിൽ പോയി ആദ്യമേ തന്നെ നമ്മുടെ കാർബൺ ഫിൽറ്ററിൽ കൂടെ ഈ വെള്ളം പാസ് ചെയ്യും. 2ാമത് RO ഫിൽറ്ററിൽ കൂടെ പോകും. ഇതിൻ്റെ അകത്ത് UV ഫിൽറ്റർ ഇല്ല, കാരണം ഇത് RO ഫിൽറ്ററാണ് ഏറ്റവും ടോപ്പ് ഫിൽറ്റർ. അത് ഉള്ളതുകൊണ്ട് തന്നെ UV ഫിൽറ്റർ ഇതിൻ്റെ അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നില്ല. പക്ഷേ UV ഫിൽറ്റർ ഉള്ള മോഡലുണ്ട്, നമുക്ക് ഇതേ ആവശ്യമുള്ളൂ. അപ്പം ഏറ്റവും ബെനിഫിറ്റ് ഇത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മിനറൽ ബൂസ്റ്റർ, ഇത് 2 ഫിൽട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനറൽ ബൂസ്റ്ററോട് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് വെള്ളം ഫില്ലാകുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഈ എക്സ്റ്റൻഡഡ് വാറണ്ടിയിൽ ഈച്ച് ആൻഡ് എവറി പാർട്ട്, എല്ലാ പാർട്ടും ഇൻ കേസ് ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ വയർ പോയാൽ പോലും അതിൻ്റെ അകത്ത് കവേർഡ് ആണ്. അതുപോലെ തന്നെ ഇത് $5,000 ഞാൻ പറഞ്ഞില്ലേ,
അത് മാത്രമല്ല നമ്മൾ വർഷാവർഷം ഇത് 3 തവണ മാറണുണ്ട്. ഇതിൻ്റെ അകത്തെ ഫിൽറ്റർ 3 തവണ മാറണുണ്ട് ഈ പാക്കിനകത്ത്. ആ പാക്കിലെ ഫിൽറ്ററിന് ഒരു ഫിൽറ്ററിന് 900 rupees ആണ്. അപ്പോൾ 3 times വരുമ്പം ആ ഒരു എമൗണ്ടോടെ ഈ 5000 കൂടെ വരും. അപ്പോൾ നമ്മളൊരു 4800 rupees കൊടുത്ത് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബ്രേക്കിങ്സ് ഉണ്ടായാലോ അല്ലെങ്കിൽ ഈ ഫിൽറ്റേഴ്സ് എല്ലാം ടൈം ആകുമ്പോൾ പീരിയോഡിക്കലി അത് മാറ്റി തരുന്നതോ അവർ നോക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു നോബെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലേക്കൂടെയാണ് വെള്ളം വരുന്നത്. ഈ ഒരു നോബിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ എടുത്താലും വെള്ളം എടുക്കാം. ഇതിൻ്റെ മണ്ടയിലോട്ട് ഇത് പോകുന്നതാണ്. പക്ഷേ മണ്ടയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ നോബ് ഒടിഞ്ഞു പോകുന്നതാണ്. അത് കവർ ചെയ്യത്തില്ല. മണ്ടയിലോട്ട് വെക്കരുതെന്ന് പ്രത്യേകിച്ച് നമ്മളെടുത്ത് സർവീസ് മാനേജർ വന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഈ ബ്ലൂ ഇൻഡിക്കേഷൻ യെല്ലോ ഇൻഡിക്കേഷൻ ആകുന്ന സമയത്ത് 3 മാസം ആയാലും ഇന്ത്യയിലും നമ്മൾ സർവീസ് ചെയ്യേണ്ടതാണ്. പവർ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ടാങ്ക് ഫുൾ. ഈ ഒരു ഇത് ഞാൻ പൊളിച്ച് കാണിക്കാം. ഇതുണ്ട്. ഇവിടെ ടാങ്ക് ഫുൾ എന്ന് പറഞ്ഞൊരു മാർക്കിംഗ് ഉണ്ട്. ടാങ്ക് ഫുള്ളായി കഴിയുമ്പം ഈ ഒരു ലൈറ്റ് കത്തിക്കിടക്കുന്നതായിരിക്കും. ഇപ്പോൾ ടാങ്ക് ഫുൾ ആയതുകൊണ്ടാണ് ഇത് കത്തിക്കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ലൈറ്റെല്ലാം ഓഫ് ആകുന്നതാണ്. ആ ലൈറ്റെല്ലാം വാനിഷ് ആകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരുന്നതെന്ന് പറഞ്ഞ് ഈ 4 മാസം കൃത്യമായിട്ട് സർവീസ് ചെയ്തു പോകണം. അല്ലെങ്കിൽ വാറണ്ടി കട്ടാകുന്നതാണ്. എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടും കാര്യമില്ല. ഇപ്പം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈറ്റ് എല്ലാം ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ഈ പ്യൂരിഫയർ എടുത്ത സമയത്ത് നമ്മൾ കുറച്ചധികം പ്യൂരിഫൈസ് ഏതാണ് നല്ലതെന്ന് നോക്കി. പക്ഷേ ഈ LGയിലോട്ട് നമ്മൾ വരാൻ കാരണം ഇതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള ടാങ്കാണ്. ബാക്കിയുള്ള പ്യൂരിഫൈസിലൊക്കെ പ്ലാസ്റ്റിക്കിലുള്ള ടാങ്കാണ്, പ്ലാസ്റ്റിക് ഫൈബർ ഒക്കെയാണ്. അപ്പോൾ നമുക്കത് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ വെള്ളം അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന വെള്ളമായിരിക്കുമല്ലോ നല്ലത്. പിന്നെ നമുക്കിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ഫിൽറ്റർ എടുക്കാൻ വന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഒരു പ്രദേശത്തിലെ വെള്ളം നമുക്ക് അത്ര പ്യുവർ അല്ല എന്നുള്ള ഒരു കണ്ടീഷൻ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫിൽറ്ററിലോട്ട് പോയത്. അപ്പോൾ അതിന് മുന്നേ വരെ നമ്മളിപ്പോൾ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ നോർമലി ഡയറക്റ്റ്ലി തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ചില ചോറല്ല ചിലപ്പോൾ ഈ പിക്കിൾ പോലുള്ളതൊക്കെ ഈ വെള്ളത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു കാരണമൊക്കെ കൊണ്ടാണ് നമ്മൾ ഫിൽറ്റർ എടുക്കാന്നുള്ള ഒരു ഇതിലോട്ട് വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് സാധനം ഇവിടെ വീട്ടിലുണ്ടാക്കിയാലും നമുക്ക് ഇപ്പോൾ കഴിക്കാനുള്ള എന്തുണ്ടാക്കിയാലും അത് ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളം എടുത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഫുഡിൽ വേറെ ഡാമേജ് ഒന്നും വരില്ല. അത്യാവശ്യം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കേണ്ട എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിലും അത് ലാസ്റ്റ് ചെയ്തോളും, വെള്ളം നല്ലതായതുകൊണ്ട് തന്നെ. അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിനറൽ ബൂസ്റ്ററാണ്. ഈ 2 ഫിൽറ്ററിൽ കൂടെ, ഈ 3 ഫിൽറ്ററിൽ കൂടെ പോയി കഴിഞ്ഞിട്ട് ഈ വെള്ളം മിനറൽ ബൂസ്റ്റഡ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. മിനറൽ ബൂസ്റ്റർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, ഇത് യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഇതിൻ്റെ അകത്ത് മിനറൽ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ആയില്ല അല്ലെങ്കിൽ തീരില്ലേന്ന്. അപ്പം നമ്മുടെ ഓരോ സർവീസിനും ഓരോ ടൈം സർവീസ് ചെയ്യുമ്പോഴും സർവീസ് മാൻ വന്നിട്ട് മിനറൽ ബൂസ്റ്റർ ആക്ടിവേറ്റ് ചെയ്ത്, അല്ലാതെ റീബൂസ്റ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. അത് 3 പ്രാവശ്യം റീബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. റീബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കത് റീബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത സമയമാകുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ മാറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫിൽറ്റർ പലപ്പോഴും പല സമയത്ത് നമുക്ക് ഓഫറിൽ ലുലു മാളിൽ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. 17,500 ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത്. എനിക്ക് തോന്നുന്നു $22,000 MRP റേറ്റ് വരുന്ന ഒരു ഫിൽറ്ററാണ്. ബാക്കിയുള്ള കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ 18,000, 17,900 വരെയൊക്കെ പോകുന്നുണ്ട്. ബട്ട് മാക്സിമം ഓഫറിൽ നമുക്ക് ലുലുവിലാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ കറണ്ട് ചാർജ് ഒന്നും ആകത്തില്ല, യൂസേജ് അനുസരിച്ചാണ്. ഇത് എപ്പോഴും ഓണാക്കിയിട്ടാലും വലിയ കറണ്ട് ചാർജ് ഒന്നും വരത്തില്ല. നമ്മളിപ്പോൾ 8 ലിറ്റർ വെള്ളം പിടിച്ചു, ഈ ഒരു കലത്തിനകത്ത് പിടിക്കാൻ അത്രയും പിടിച്ചു, അല്ലെങ്കിൽ നെക്സ്റ്റ് വേറൊരു പോട്ട് കൊണ്ടുവന്ന് പിടിച്ചു, നമുക്കിനി ആസ് സൂൺ ആസ് പോസിബിൾ വെള്ളം വേണമെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫില്ല് ആയിക്കൊണ്ടിരിക്കും. ഒത്തിരി ടൈം ഒന്നുമില്ല. ഫസ്റ്റ് സർവീസ്, അതായത് ഫസ്റ്റ് ആനുവൽ സർവീസ്, ഈ ഫിൽറ്റർ എല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ വാട്ടർ ഫില്ലിംഗ് കപ്പാസിറ്റി സ്പീഡ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടി സ്പീഡായിട്ട് വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 25 to 30 മിനിറ്റ്സിലൊക്കെ ഇത് ഫില്ലായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫിൽട്രൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു LGയുടെ വാട്ടർ പ്യൂരിഫയറിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളുടെ 1.5 വർഷത്തെ ഉപയോഗിച്ചിട്ട് ഉള്ള നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഒരു നെഗറ്റീവ് നമുക്കിതിൽ പറയാനില്ല കേട്ടോ. നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഓരോ വീട്ടിലും വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് വാട്ടർ പ്യൂരിഫയർ ഇന്നത്തെ കാലത്ത് അല്ലേ. സോ നിങ്ങൾ മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റിവ്യൂ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.